മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതായത് ഒരു പരാതിയും വരാത്ത രീതിയിലാണ് കേരളത്തിൽ SIR നടപ്പിലാക്കുക എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിരന്തര വിമർശനങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യം കൂടി രത്തൻ ഖേൽക്കറിനോട് ചോദിച്ചപ്പോൾ ആ വിമർശനത്തിനോട് അദ്ദേഹം മറുപടി പറയാനില്ല എന്നാണ് പറഞ്ഞത്. തൃശൂരിൽ വളരെ സുതാര്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത് എന്നുകൂടി അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരാൾക്ക് 2 ID കാർഡ് ഉണ്ടെന്ന പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ മീഡിയ വണിനോട് പറഞ്ഞു. അട്ടപ്പാടി ആനവായി ഊരിലാണ് ഉള്ളത്. SIRന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സമയമായി കാണുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വോട്ടർ പട്ടികയും 2002 വോട്ടർ പട്ടികയും കൂടി വെച്ച് കമ്പാരിസൺ ആണ്. എങ്ങനെയാണത്? താങ്കളോടിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് സംഭവിക്കാൻ ഇടയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ മാതിരി SIRയുടെ ഒരു ഷെഡ്യൂൾ ഇലക്ഷൻ കമ്മീഷൻ അത് പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ BLOമാർ, ഇപ്പോൾ ഈ ബൂത്തിലുള്ളവർ ലക്ഷ്മി അതുപോലത്തെ എല്ലാ BLOമാർ എനുമറേഷൻ ഫോമോട് കൂടി ഈ 2002ടെയും 2025 ലിസ്റ്റോട് കൂടിയാണ് എല്ലാ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ആ സമയത്ത് ആ എനുമറേഷൻ ഫോം എല്ലാവരും ഒപ്പിടണം. അതിൻ്റെ കൂട്ടത്തിൽ 2002 ആൾക്കാർ ഉണ്ടെങ്കിൽ ലിസ്റ്റിൽ അവർക്ക് ഒരു ഡോക്യുമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 2025 ആണെങ്കിൽ ഏതെങ്കിലും ഒരു 12 ഡോക്യുമെൻറ്റിൽ ഒരു ഡോക്യുമെൻ്റാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ ഇത് ഉന്നതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ആനവൈ ഉന്നതിയിലെ നമ്മൾ കണ്ടിട്ടുള്ളത് കുടുംബശ്രീയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പോയി കണ്ടു. അവിടെ ആൾക്കാരുടെ കയ്യിലെല്ലാം അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, ആധാർ കാർഡുണ്ട്, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം ആൾക്കാരുടെ കയ്യിലെല്ലാം റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരാളുടെ കുറേ ആൾക്കാർ 2002 2025 ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ 2025 ലിസ്റ്റിലാണ്. കാരണം ആ സമയത്ത് അവർ 18 പൂർത്തിയായിട്ടുള്ളാത്ത ആൾക്കാർ കാണും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആനവൈ ഉന്നതിയിലെ ഉള്ള എല്ലാ ആൾക്കാർക്ക് ഒരു രേഖ ഉണ്ട്. ജില്ലാ കളക്ടർമാരോട് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർ ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥർ, ഇലക്ഷൻ ഉദ്യോഗസ്ഥർ, BLOമാർ എല്ലാ സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ, വോട്ടർ പട്ടികയിലെ പേര് കൊണ്ടുവരാനും വോട്ട് ചെയ്യാനും ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ബീഹാറിലൊക്കെ വന്നിരുന്ന പ്രധാന ആരോപണം റൂളിംഗ് പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഒക്കെ പ്രവർത്തിക്കുന്നു എന്നാണ്. അത്തരം ഒരു ആരോപണം കേരളത്തിൽ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധയുണ്ടാകും? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. നമ്മൾ മൊത്തം ഇലക്ഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിയമാനുസൃതം മാത്രമാണ്. All elections are done as per electoral laws and instructions of election commission from time to time എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നിയമാനുസൃതം മാത്രമാണ്. 18 വയസ്സ് പൂർത്തിയായ കേരളത്തിൽ ജീവിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖയുള്ള എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നൽകുന്ന വിധമുള്ള പ്രവർത്തനമായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. നമ്മൾ ഉറപ്പ് നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനുടെ ഒരു നിർദ്ദേശം, ഇലക്ഷൻ കമ്മീഷനുടെ ഒരു താല്പര്യമെന്ന് പറയുന്നത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ഇലക്ട്രൽ റോളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് നമുക്ക് ശ്രമിക്കാനുള്ളത്. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതുള്ളൂ. മറ്റൊന്ന്, ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഇരട്ട വോട്ട്, ഈ 2 ID കാർഡ്, ഒരു 2 എപ്പിക് നമ്പറിൽ ഒരേ ആൾക്ക് ID കാർഡുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നല്ലോ. ആ കാര്യങ്ങളിൽ കമ്മീഷൻ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പരാതികളിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ പ്രക്രിയ നിയമാനുസൃതം മാത്രമാണ്. നിയമാനുസൃതമുള്ള എല്ലാ ആക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കും. തൃശ്ശൂരിൽ ഇപ്പോൾ വന്ന പരാതികളിലൊന്നും കഴമ്പില്ല എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിയമാനുസൃതമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയയിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് എല്ലാ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അതായത് ഒരു ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാം ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നിയമാനുസൃതം എല്ലാ മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ നിയമാനുസൃതം എന്താണ് ഇലക്ഷൻ കമ്മീഷനക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത്ര കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കും. ഒരു വ്യക്തിക്ക് 2 നമ്പറിലുള്ള ID കാർഡ് ഉണ്ടാവുക എന്നുള്ളത് നിയമപ്രകാരം തെറ്റാണോ? ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നിയമാനുസൃതം ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു വോട്ടേ അദ്ദേഹത്തിന് ആ ആൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് നിയമം. അതനുസരിച്ച് മാത്രമായിരിക്കും ആക്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. നിയമാനുസൃതമുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമാനുസൃതം ഇല്ലാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആക്ഷൻ എടുത്തിരിക്കും. ഈ 2 ID കാർഡ് ഒരു വ്യക്തിക്ക് തന്നെ 2 ID കാർഡുള്ള സംഭവങ്ങളൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ഇല്ല, നമുക്ക് കിട്ടുന്ന നിയമാനുസൃതം ലീഗലായിട്ട് കിട്ടുന്ന പരാതി കൊടുക്കുന്ന ഒരു ലീഗലായിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട്. അതനുസരിച്ച് കിട്ടുന്ന എല്ലാ പരാതിയിലും നമ്മൾ ആക്ഷൻ എടുക്കാറുണ്ട്. എന്തായാലും ഈ പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ ഇത്തരം പരാതികൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. പരാതി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാ ഇലക്ട്രൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നത് നിയമാനുസൃതം മാത്രമാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കും. ഒരിക്കലും ഒരാൾക്ക് പരാതി വരാതെ രീതിയിലെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്നാലും CEO നേരിട്ട് ആദിവാസി ഉന്നതികളിൽ എത്തിയാണ് SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം ആനവായൂരിൽ നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.